ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് നരി വേട്ട. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ്, പ്രിയംവദ കൃഷ്ണൻ. ഇവരേത് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സോറി. പിന്നെ സുരാജ് വണ്ണാറമ്മോട്, ചേരൻ, സതീഷ് എന്നിവരാണ്. സോറി പേര് സതീഷ് എന്നല്ല, നന്ദു ആണെങ്കിൽ എൻ്റെ പേര്, ഞാൻ പേര് മാറിപ്പോയി, സോറി. നന്ദു ചേട്ടൻ എന്ന് പറയണമായിരിക്കും നല്ലത്. എമ്പുരാനിലൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അനുരാജ് മനോഹർ എന്ന് പറഞ്ഞ ഒരാളാണ്. മീൻസ് ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ട് ഷെയ്ൻ നിഗത്തിൻ്റെ, അതിൻ്റെ ഡയറക്ടറാണ്. ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത് ആരാന്ന് എനിക്കറിഞ്ഞൂടാ, സോറി. മ്യൂസിക് ആൻഡ് BGM കമ്പോസ്ഡ് ബൈ ജെക്സ് ബിജോയ്, സൂപ്പർബ്. സിനിമാറ്റോഗ്രഫി വിജയ, ഏതൊരു വിജയാണ് ഇത്. ഇത് എവിടത്തെ ഇത് ഇതിനു മുമ്പ് ഇങ്ങേര് ഏതെങ്കിലും പടത്തിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, സോറി. എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ്. ഒരു മിനിറ്റ്, എഡിറ്റിംഗ് സൂപ്പർബ്. ബട്ട് ഇങ്ങേര് ഇതിനു മുമ്പ് ഗെയിം ചേഞ്ചറിൽ എഡിറ്റിംഗ് ഷോ വരുന്നിട്ടാണ് ജി സെക്കൻഡ് ഹാഫിൽ പറയാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് അതെന്തിലോട്ടെ. ഇത്രയാണ് എനിക്കറിയാവുന്ന ഒരു മീൻസ് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എബവ് ആവറേജ് ഫോർ മീ. ആൻഡ് ഇറ്റ്സ് എനിക്ക് എവിടെയൊക്കെയോ ഈ സിനിമയിൽ വിടുതല ഈ സിനിമയുണ്ട്. മീൻസ് വിജയ് സേതുപതിയും സൂര്യയും കൂടി അഭിനയിച്ച സിനിമയാണത്. അപ്പോൾ അതിൻ്റെ ഒരു മീൻസ് അതിന്ന് കുറച്ച് സീൻ അടിച്ചു മാറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ചില സീൻസിൽ. അതേപോലെയൊക്കെയാണ് ഇടയ്ക്കൊക്കെ മീൻസ് ലൊക്കേഷൻസൊക്കെ പോകുന്ന സമയത്ത്, മീൻസ് ഓരോ ചില ലൊക്കേഷൻസ് കാണിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ ആ സിനിമയിൽ കാണിച്ച ലൊക്കേഷൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ബട്ട് അതൊരു കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇതൊരു മലയാളത്തിൻ്റെ മീൻസ് മലയാള സിനിമയിലും ഇങ്ങനത്തെ ഒരു പടം മീൻസ് വിടുതലൈ പോലത്തെ ഒരു പടം ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ സിനിമയിലൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്. മീൻസ് കറക്റ്റ് പറഞ്ഞാൽ ഇതിൽ മീൻസ് മറ്റേ വിടുതലൈ സിനിമയിൽ സൂര്യൻ്റെ ക്യാരക്ടർ പോലെയാണ് ഇതിൽ ടൊവിനോയുടെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നൈസായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്ത് അത് അവരുടെ ശരിക്കുള്ള പേര് എനിക്ക് അറിയണമല്ലോ കേട്ടോ. ഒരു സ്ത്രീയാണ് അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് എനിക്ക് അവരുടെ അറിഞ്ഞൂടാ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് പിന്നെ വിടുതലയിൽ ഗൗതം വാസുദേവൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അതുമാതിരിയാണ് ഇതിൽ ചേരൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്, മീൻസ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഇതിൽ നെഗറ്റീവ്സായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ നന്ദു ചേട്ടൻ്റെ ക്യാരക്ടർ എടുത്ത് മാറ്റായിരുന്നു, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ പോർഷൻസ് മാക്സിമം എടുത്ത് എഡിറ്റ് ചെയ്ത് മാറ്റായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഈ സിനിമയിൽ മിന്നൽ വള പാട്ട്. ഓക്കെ, ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഓൾറെഡി ഇന്ന കഥ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണത് ഒരു 3/4 മണിക്കൂറാകുമ്പോഴാണ് സിനിമയുടെ സ്റ്റോറിയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു മീൻസ് ഇത് ഇന്നതാണ് സ്റ്റോറി എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്കുണ്ടാവുന്ന. അപ്പോൾ ആ ഒരു അതിന് മുമ്പത്തെ കുറച്ച് സീൻസ് മീൻസ് നന്ദു ചേട്ടൻ്റെ പോർഷൻസും പിന്നെ ടൊവിനോയുടെ അങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിളാണെന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഒരാളെ കാണിച്ചിട്ടുണ്ട് അങ്കിളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങേരുടെ ക്യാരക്ടർ എനിക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വേറൊന്നുമില്ല, വേറെ നെഗറ്റീവ്സും ഇല്ല. പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണ് ഇപ്പോൾ മെയിൻ ഹൈലൈറ്റ് ഓഫ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ
മ്യൂസിക് ആൻഡ് BGM ആണ്. കാരണം എവിടെയൊക്കെ മീൻസ് മിന്നൽവള പാട്ട് അത് നല്ല പാട്ടാണ്. ബട്ട് ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. മീൻസ് വെക്കേണ്ട സ്ഥലത്താണ് വെച്ചേന്നൊരു സംശയം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പാട്ടുകളും നിങ്ങൾക്ക് അത്യാവശ്യം സൈഡ് തന്നെയാണ് എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ അത്യാവശ്യം നൈസായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വേറൊരു ഹൈലൈറ്റഡ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ സുരാജ് വെണ്ണാറമൂടിൻ്റെ അഭിനയം. എൻ്റെ പറഞ്ഞു അങ്ങേരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അങ്ങനെ ചെയ്ത ഒരു ഹെഡ് കോൺസ്റ്റബിൾ ക്യാരക്ടർ. അത് അങ്ങേരെ അത്യാവശ്യം മര്യാദ ചെയ്തിട്ടുണ്ട്. പിന്നെ ചേരൻ വില്ലനാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വില്ലൻ ക്യാരക്ടർ മീൻസ് ഇടതിലയിലും എനിക്ക് ഗൗതം വാസുദേവിൻ്റെ ക്യാരക്ടറാണ് ഒരു വില്ലൻ ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. മീൻസ് എനിക്ക് വിജയ് സേതുപതിയുടെ ക്യാരക്ടറോ സൂര്യയുടെ ക്യാരക്ടറോ കണ്ടിട്ട് എനിക്ക് അവരുടെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് വില്ലൻ എന്ന ഒരു പോർട്രേറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞാൻ 100% പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അത്യാവശ്യം മര്യാദ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഐഡൻറ്റിറ്റീസ് എന്ന സിനിമയിൽ അങ്ങേർക്ക് ചെറിയൊരു കമ്പാക്ക് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു കമ്പാക്കാണ് അങ്ങ് നേടിയിരിക്കുന്നതെന്ന് എനിക്കൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ARM എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നുള്ളത് ഞാൻ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ അത് ആവറേജാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരും എന്നെ ട്രോൾ ചെയ്യാനൊന്നും വരണ്ട. കാരണം ഒരാൾക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ആ പടം ഇഷ്ടപ്പെടണമെന്നില്ല. മറ്റുള്ളവർക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ ഒരാൾക്ക് ആ പടം ഇഷ്ടപ്പെടണമെന്നില്ല. മീൻസ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. ഇത് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ഇത്രയും ദിവസം വിചാരിച്ചിരുന്ന ടൂറിസ്റ്റ് ഫാമിലി മസ്റ്റ് വാച്ച് മൂവി എന്നാണ് ഞാൻ പറയും. പിന്നെ ടൂറിസ്റ്റ് ഫാമിലിൻ്റെ എത്രയുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ സെക്കൻഡ് ബെസ്റ്റ് മൂവി ഓഫ് ദിസ് ഇയർ എന്ന് ഞാൻ ടാഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു. എനിക്ക് ഈ വർഷം ഏറ്റവും ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ടൂറിസ്റ്റ് ഫാമിലി തന്നെയാണ്. അത് കഴിഞ്ഞ ഇതും കഴിഞ്ഞ എനിക്ക് ഹിറ്റ് 3യും എമ്പുരാനും പിന്നെ റെട്രോ. അതങ്ങനെ എന്ന് പറഞ്ഞ് എൻ്റെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ഈ പടം കണ്ടത് 12:30-ക്കാണ്. മീൻസ് കാസിനോ തിയേറ്ററിൽ. എനിക്ക് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ ചില സീൻസ് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് അബവ് ആവറേജ് എന്ന് പറയേണ്ടി വന്നത്. അതായത് എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമുണ്ടോ അതൊന്ന് അമർത്തി സഹായിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആയിട്ടുള്ള castroller_8668 എന്ന ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. പിന്നെ ഇത് എൻ്റെ ടെലഗ്രാം ചാനലിലും ഇട്ടിട്ടുണ്ടാകും ഈ റിവ്യൂ. അതിൽ വീഡിയോസായിട്ട് ഇട്ടിരിക്കുന്നത് മാത്രമേ ഇട്ടുള്ളൂ. ഷോർട്സ് ആയിട്ട് ഇട്ടിരിക്കുന്നതും ലൈവായിട്ട് ഇട്ടിട്ടുള്ളതും ലൈവ് എടുക്കുന്നതും ഞാൻ യൂട്യൂബിൽ മാത്രമേ ഇട്ടുള്ളൂ. അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ അപ്ഡേറ്റ് മീൻസ് ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും യൂട്യൂബിൽ പോസ്റ്റായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.